വരവറിയിച്ച് തെക്കൻ ജില്ലകളിൽ കരടികളി. ഗ്രാമങ്ങളുടെ താളവും ആരവവും നിറച്ചുള്ള കരടികളി കൊല്ലം ജില്ലയുടെ വിവിധയിടങ്ങളിൽ ആരംഭിച്ചു. വിശ്വത്തിലൊക്കെ പ്രസിദ്ധനായുള്ളൊരു ഓമിലേഴം ദഹിച്ചുള്ള വാർത്ത പാടല്ലത് കേട്ടിടുക ദോഷം പലതുണ്ടല്ലോ കീഴിൽ പറഞ്ഞിടം കേട്ടുകൊള്ളിൻ. തൃശ്ശൂരിന് പുലിക്കളി പോലെയാണ് കൊല്ലംകാർക്ക് കരടികളി. ഓണക്കാലത്ത് ചമയങ്ങളണിഞ്ഞ് നാട്ടുവഴികളിലും ഓണാഘോഷ വേദികളിലും കരടികൾ ചുവടുവയ്ക്കും. നിറഞ്ഞ നെൽക്കളങ്ങൾക്ക് കാവൽപ്പാട്ടും കളിയുമായി തെങ്ങോല ഉടുപ്പും മുഖമൂടിയുമായി ചുവടുവയ്ക്കുന്ന കരടിയെ വേട്ടയാടി പിടിക്കുന്നതാണ് കരടികളി. പണ്ട് തൂതു കളിക്കുവാൻ പോയിരുന്നു. ഓരോ കളിയിലും തോറ്റു തുന്നം പാടി സർവ്വതും നഷ്ടമായി. പിന്നണിപ്പാട്ടാണ് കരടികളിയുടെ മനോഹാരിത. തേവലക്കരയിലും അരിനല്ലൂരിലുമാണ് കരടികളി സംഘങ്ങൾ സജീവം. ഓണക്കാലത്ത് നടത്തി വന്ന പഴയകാല ചരിത്രത്തിലെ ഒരു നാടൻ കലയാണ് കേരളത്തിൻ്റെ കരടികളിയും പാട്ടും. അതുപോലെ തന്നെയാണ് പുലികളിയും. പുലികളി ഇപ്പം അന്യം നിന്ന് പോയി. ഇതും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലയാണ്. ആ അന്യം നിന്ന് പോയ കലയെ പുനരുദ്ധരിച്ച് കൊണ്ടുവരുന്നതിന് അരിനല്ലൂർ പ്രദേശത്തുള്ള കുറേയേറെ ചെറുപ്പക്കാർ അതീവമായി പങ്കെടുത്ത് എല്ലാ കാര്യത്തിലും മുന്നോട്ട് വന്ന് ഇതിൻ്റെ പാട്ടുകൾ സമാഹരിച്ച് പുസ്തകം അച്ചടിച്ച് ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു. എന്തിനു വേണ്ടി? പുതിയ തലമുറ ഇത് കൊണ്ടാടുന്നതിന് വേണ്ടി. കൈമണിയും കൈത്താളവുമാണ് കരടികളിയുടെ വാദ്യോപകരണം. തനത് നാടൻകല അന്യം നിന്ന് പോകാതിരിക്കാൻ നാളേക്ക് വേണ്ടി കലയെ ചേർത്ത് നിർത്തുകയാണ് ഈ ഓണക്കാലത്തും കളങ്ങര രാഘവനാശന്റെ നേതൃത്വത്തിൽ അരിനല്ലൂർ കരടികളി സംഘം. ശ്രീരാമനും തന്റെ സോദരനും കൂടി സുഗ്രീവനോട് ചെയ്തിടുന്നു. ഷമീർ അബ്ദുൾ, ന്യൂസ് മലയാളം, കൊല്ലം.